കിട്ടിയോ? എന്നതായാലും എനിക്ക് കുറച്ച് കാശ് വേണം. കുറെ ദിവസമായല്ലോ എന്തെങ്കിലും ഒന്നും സഹായിച്ചിട്ട്. സമയാസമയത്ത് വെള്ളം അടിച്ചില്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് വരുമെന്നാ ഡാക്ടർമാര് പറയുന്നേ. അത് മദ്യമല്ല, ശുദ്ധമായ പച്ചവെള്ളം. ഇപ്പൊ എവിടെ കിട്ടുന്നു ശുദ്ധമായ പച്ചവെള്ളം? കിണറ്റിലെ വെള്ളത്തിൽ പോലും അഴുക്കുണ്ടെന്നാ വാട്ടർ അതോറിറ്റി പറയുന്നേ. പിന്നെ മദ്യത്തിൽ അഴുക്കുണ്ടെങ്കിലും ഈ പിരിറ്റ് അതങ്ങ് കഴുകിക്കളയും. മതി മതി. നിത്യസഹായ മാതാവേ നിനക്ക് സ്വസ്തി. ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമൊന്നും അല്ലല്ലോ. പിന്നെ എന്നാ വിഷമമൊന്നും കൂടാതെ പച്ചനോട്ടുകൾ എടുത്തിങ്ങ് തന്നെ. എന്നെ കണ്ടപ്പോ തന്നെ മാർക്കോസേട്ടൻ പറഞ്ഞല്ലോ മുഖത്ത് നല്ല സന്തോഷമുണ്ടെന്ന്. ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസമായത്. മനസ്സ് നിറഞ്ഞ ദിവസം. വയറ് നിറഞ്ഞെന്നൊക്കെ കേട്ടിട്ടുണ്ട്. മനസ്സ് നിറയുന്ന എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാ മനസ്സ് നിറയും മാർക്കോസേട്ട. അത്തരം സന്ദർഭങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. മാർക്കോസേട്ട ഇരിക്കേ. ഇത് കേസ് വേറെയാണെന്നാ തോന്നുന്നേ. പ്രായം 10-40 കഴിഞ്ഞെങ്കിലും പെണ്ണുങ്ങൾ ഇത്ര സന്തോഷിക്കുന്നത് കെട്ടിയവനെ കണ്ടതുകൊണ്ടായിരിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ കെട്ടിയവന്മാരെ കാണുമ്പോ സന്തോഷം കൊണ്ട് മതി മറക്കുന്ന എത്ര സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടില്. പിന്നെ മതി മറക്കും കെട്ടുന്നതിന് മുമ്പ് പ്രേമിച്ചവരെ കാണുമ്പോ. പെണ്ണ് കെട്ടിയ ശേഷം പ്രേമിച്ചവരെ കണ്ടാലും മതി. ലോകക്കാരന് എഴുത്തുകാരനെങ്ങാനും വഴി വായി തൂക്കി നിൽക്കുന്ന കണ്ടായിരുന്നോ? ജിതൻ ജിത്തു. പെണ്ണുങ്ങള് സ്നേഹം കൊടുമ്പോ അല്ലെങ്കിലും അങ്ങനെ ആണല്ലോ. ജിത്തു കുത്തു എന്നൊക്കെയല്ലേ വിളിക്കത്തുള്ളൂ. ചില പെണ്ണുങ്ങളാണെങ്കിൽ സ്നേഹം കൊടുമ്പോ ഭർത്താക്കന്മാരെ പാച്ച തെറിയും വിളിക്കും. കെട്ടിയന്മാരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത തെറി. വന്ന കാര്യം കഴിഞ്ഞല്ലോ. ഇനി മാർക്കോസേട്ടൻ പോവാൻ നോക്ക്. അയ്യോ, ആർഡറൊന്നും വേണ്ട. മാന്യമായിട്ട് പറഞ്ഞാ മതി. ഇനി ശമ്പളം കിട്ടുന്ന ദിവസമേ വരത്തുള്ളൂ. അതുവരെ മാന്താൻ വരത്തില്ല. ഫുഡ് ബൈ. ഇനിയിപ്പോ താനീ വിഷയത്തില് ഇങ്ങനെ തല ചൂടാക്കുന്നതിൽ അർത്ഥമില്ല. എന്നോട് ചർച്ച ചെയ്യാൻ വരുന്നതിലും. എനിക്ക് തന്നോട് സിമ്പതിയുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂടിക്കാഴ്ചകൾ എന്റെ ജീവന് പോലും ഭീഷണിയാണ്. അത് രുദ്രൻ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കോടതിയിൽ അഡ്വക്കേറ്റ് ബാലേന്ദ്രൻ സിംഹമായിരിക്കാം എന്ന് കരുതി ഞാനും വെറും ഒരു മനുഷ്യനാടോ. മൂർച്ചയുള്ള കടാര പള്ളക്ക് കയറിയാൽ മരിക്കുന്ന മനുഷ്യൻ. അപ്പോ എനിക്ക് ജീവനിൽ ഭയമില്ലാതിരിക്കോ? ഞാൻ എന്ത് ചെയ്യും പറയട്ടാ? ഒരിക്കലും അടുക്കലെന്ന് കരുതിയവരൊക്കെ അടുത്ത് കൂടിയിരിക്കുക. ജയന്തി ജിതന്റെ ശാലിനിയുടെ അരികിൽ എത്തിയിരിക്കുകയാണ്. എടോ ആദി, ശാലിനിക്ക് തളർച്ച ബാധിച്ചെന്ന് താൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു പെണ്ണിനോടും അവളുടെ അച്ഛനോടും യുദ്ധം ചെയ്യേണ്ട കാര്യം ഉണ്ടോടോ? ഇനിയെങ്കിലും അവർ ജീവിച്ച് പോയിക്കോട്ടെന്നേ. ജിതൻ സത്യങ്ങൾ ഇതുവരെ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായ അതോടെ എനിക്ക് ഒളിവിൽ പാർക്കാൻ ഇരിപ്പിടം തന്നവരും എന്നെ തള്ളിപ്പറയില്ലേ, തള്ളിക്കളയില്ലേ? അതിനാ തന്നോട് മലയാളത്തിൽ പറഞ്ഞ് നാടുപേക്ഷിച്ച് പോകാൻ. പിന്നെ താൻ തിരികെ വരണ്ട. അപ്പൊ ഈ പറയുന്ന ആൾക്കാരൊന്നും കാണേണ്ടി വരില്ലല്ലോ. അവരുടെ അവഗണനയൊന്നും സഹിക്കേണ്ടി വരില്ലല്ലോ. എന്നാലും പരാജിതനായി ഇനിയും എനിക്ക് മടങ്ങാൻ വയ്യ പറയട്ട. ഇതാ മിക്ക ആൾക്കാരുടെ പ്രശ്നം. നല്ലൊരു ജീവിതം മുന്നിലുണ്ട്, മാന്യമായ തൊഴിലുണ്ട്, സാലറി ഉണ്ട്. എന്നിട്ട് എന്തിനോ വേണ്ടി എന്തിന്റെയൊക്കെ പിന്നാലെ അലയുന്നു. പുറത്തിറങ്ങി നടക്കുന്ന ചിലർ കണ്ടാൽ മരണം ഉറപ്പാണ്. എന്നിട്ട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകാതെ ഇവിടെ കടിച്ചു തൂങ്ങുക, പ്രതികാരം ചെയ്യാൻ. എടോ, എന്റെ മുട്ടുകാല് വിറച്ചോണ്ടിരിക്കുക.
ഇരട്ടച്ചങ്കുള്ള ഒരുത്തൻ എപ്പോ വരുന്ന ഭയത്താല്. എന്നിട്ട് താൻ വിളിച്ചപ്പോ വന്നത് ഉള്ളിലൽപ്പം സ്നേഹമുള്ളതുകൊണ്ടാ, ഒന്ന് ഉപദേശിക്കാനാ. നന്നാവില്ലെങ്കിൽ ഇനി വായിട്ടലയ്ക്കാൻ എനിക്ക് വയ്യ. താൻ വരുന്നെങ്കിൽ വണ്ടിയിലോട്ട് കയറ്, ജഗന്നാഥ് സാറിന്റെ വീട്ടിലെത്തിക്കാം. വാ. എടോ, ഒന്നിങ്ങോട്ട് വന്ന് കയറണോ?